I have an intuition that I need to share this. I need to record this video, this particular topic, because there is some people who really need to hear this. So that's why I'm recording this video. Hi, I'm Nandana. Welcome back to my new channel. Please check my profile. If you like my content, please subscribe it. So, this video, it's all about 2025, my life experiences. ഇനി വെറും 30 ദിവസമേ ഉള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 1st December 2025 സോ ജസ്റ്റ് 30 days left to 2026 അല്ലെ. അപ്പൊ ഈ 2025 എന്റെ കംപ്ലീറ്റ് ലൈഫ് എക്സ്പീരിയൻസ്, വാട്ട് ഐ വാസ് ഗോൺ ത്രൂ ആൻഡ് വൈ I started this YouTube channel. I have already an Instagram page. You can check that out also. I will provide the link in description. So, avade I challenge cheyyunnundu. Why I done that? What all the things that I experienced in this 2025. കാരണം year was a roller coaster for me. Like, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. Because I think so some people relate with me and some people will get some insight from this video. I have an intuition that I need to share this. I need to record this video, this particular topic, because there is some people who really need to hear this. So that's why I'm recording this video. അപ്പോ 2025 ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ തരുവാണെന്നുണ്ടെങ്കിൽ I was financially broke. I was mentally broke. I physically went very, very weak. Like emotionally, I was so unstable. എന്താ പറയാ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ. സോ ടോട്ടലി ദിസ് വാസ് മൈ 2025. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്നൊക്കെ ഓവർകം ചെയ്തൊരു അച്ചീവ്മെന്റിന്റെ വീഡിയോ അല്ല ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അതിലുപരി 1st January 2025 ഉണ്ടായിരുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. അതായത് today, December 1st, 2025, I'm feeling super proud of me. I'm feeling so good by inside and outside. I'm feeling so grateful emotionally. Everything starts from inside. I fixed myself within these months. So I'm going to talking about that. Not an achievement of overcoming all this, but my experiencing of just facing all those things. Okay. So ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഫൈനാൻഷ്യലി ബ്രോക്ക് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയാണ്. ബിക്കോസ് നമുക്ക് നല്ലൊരു വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് എവ്രി വൺ തിങ്സ് ഇറ്റ്സ് ഓവർ, വി കാൻ ഡു എനിത്തിങ്. പല പീപ്പിളും ഗിവ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് ഓൺലി ദർ ഇസ് എ സ്മോൾ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹു ഹാവ് ദി ഗട്സ് ടു ഓവർകം ഇറ്റ്. സം പീപ്പിൾ തിങ്സ് ദാറ്റ് ഇറ്റ് വാസ് ഓവർ. എനിക്ക് അവരോട് പറയാനുള്ളത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി. യു നോ, എക്സാമ്പിൾ എന്റെ ഒരു കേസ് പറയാം അബൌട്ട് ദാറ്റ് ഫൈനാൻസ് തിങ്സ്. ഐ വാസ് റണ്ണിങ് എ ബിസിനസ്. ഞാൻ പലരും കമന്റിനകത്ത് ചാറ്റിൽ ഞാൻ കണ്ടായിരുന്നു. FLP മാനേജർ ആയിരുന്നു. യെസ്, ഐ വാസ് വർക്കിംഗ് ഇൻ FLP ആൻഡ് I had a manager rank in that also. I was running a good business. Okay, I was earning pretty much, but at some moment I was struggled. Like, എനിക്ക് എന്താ പറയാ, ഞാൻ വിചാരിച്ച ലെവലിലോട്ട് ഗ്രോത്തിലോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഓക്കെ ലെവലിൽ പോകുന്നുണ്ടായിരുന്നു. ഏർണിംഗ്സ് നല്ല രീതിയിൽ pretty much good ലെവലിൽ വരുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആഗ്രഹിച്ച ലെവൽ ഓഫ് ഒരു ഗ്രോത്തിലോട്ട് എനിക്ക് പോകാനോ എന്റെ കൂടെയുള്ളവരെ കൊണ്ടുപോകാനോ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് എവിടെ നിന്നാണ് ആ ഒരു എന്തുകൊണ്ടാ പറ്റാത്തത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് ട്രൈഡ് എ ലോട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ ഡിസൈഡഡ് ടു ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക്. ചില സമയത്ത് നമ്മുടെ എന്താ പറയാ, നമ്മൾ എക്സോസ്റ്റ് ആക്കുന്ന ലെവലിൽ പുഷ് ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗീവ് യു സം ടൈം. ആഫ്റ്റർ ദാറ്റ് ഐ ഫിഗർഡ് ഔട്ട് വാട്ട് ഓൾ ദ തിങ്സ് ആൻഡ് വാട്ട് ഓൾ ദ മിസ്റ്റേക്ക് ദാറ്റ് ഐ വാസ് ഡൂയിങ്. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്തപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഫൈനാൻഷ്യലി എനിക്ക് വരുന്ന ഒരു ഇൻകം സോഴ്സ് അവിടെ സ്റ്റോപ്പ് ആയി. ബിക്കോസ് ഐ വാസ് എ സ്റ്റുഡന്റ്. എനിക്കിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ബിസിനസിന് തന്നെ എന്റെ ഫുൾ ടൈം കരിയർ ആയിട്ട് എടുത്തു. സോ അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എന്റെ കംപ്ലീറ്റ് ഇൻകം സോഴ്സ്, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പെട്ടെന്ന് ഡിപെൻഡന്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ്. ബട്ട് ഐ ഹാവ് സം കൈൻഡ് ഓഫ് സേവിങ്സ് ഫ്രം അതും വിത്ത് മൈ ഫാമിലി സപ്പോർട്ട് ഓൾസോ ഐ വാസ് റൺ ദിസ് ഇയർ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിട്ട് ചെലവാക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട്. ബട്ട് പെട്ടെന്ന് അതിലോട്ട് അഡാപ്റ്റ് ആവാന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് നോട്ട് ഈസി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഫേസ്ഡ് ഇൻ ദി ഇനീഷ്യൽ ഇയർ. ആൻഡ് സെക്കൻഡ് തിങ്, ഓട്ടോമാറ്റിക്കലി എനിക്ക് ഭയങ്കര ആ ഒരു ടൈമിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ഇനീഷ്യലി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു വർഷം ആ ഒരു ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബോഡി വാസ് സോ വീക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെന്റലി ഐ എം സോ എക്സോസ്റ്റഡ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഭയങ്കര സ്കിന്നി ആയിരുന്നു. ഏകദേശം 39, എന്റെ ഏജ് ആ ഒരു ടൈമിൽ 22, എന്റെ വെയിറ്റ് 39 kg ആണ്. അതായത് ഭയങ്കര സ്കിന്നിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ലൈക്ക് ഇപ്പത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് റിലേറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ഗെയിനിങ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് ഞാൻ വരാം. ബട്ട് എന്താ പറയാ, ഇതേപോലെ ആയിരുന്നില്ല. അതായത് ഭയങ്കര സ്കിന്നി എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ് അറ്റ് ദ പീക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ലെവലിൽ സ്കിന്നി ആയിരുന്നു. ആൻഡ് ഓൾസോ എന്റെ ശരീരം വീക്ക് ആയിരുന്നു, ഹെൽത്തി അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തലയിറങ്ങി വീഴുക ആൻഡ് ഓൾ ദോസ് ബിക്കോസ് സ്ട്രെസ് കാരണമാണ് കേട്ടോ, എക്സോസ്റ്റഡ് ആയിട്ടോ, ബോഡി വീക്ക് ആയിട്ടാണ്. സോ ആ ഒരു രീതിയിൽ ഫിസിക്കലി ഞാൻ ഓക്കെ ആയിരുന്നില്ല. ആൻഡ് ഇതെല്ലാം ആലോചിച്ച് എന്താ പറയാ, മെന്റലിയും ഇമോഷണലിയും ഭയങ്കര വീക്ക് ആവാൻ തുടങ്ങി. മീൻസ് അയ്യോ ഇങ്ങനെ എന്ത് ചെയ്യും, എന്താ ബോഡി വീക്കാണ്, ഒന്നും ശരിയാവുന്നില്ല, ഓവർ തിങ്ക് ചെയ്ത് ഫുൾ വീക്ക്. എനിക്ക് ഒന്നിലും, അതായത് ആ ഒരു ഐ തിങ്ക് സോ ഇനീഷ്യലി ഒരു 7 months ഈ ഒരു ഇയറിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഒരു കാര്യങ്ങളും ലൈക്ക് എന്താ പറയാ, ഐ വാസ് ഫിഗറിംഗ് ഔട്ട്. പിന്നെ എന്താ പറയാ, സെർച്ച് ചെയ്തു എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും.
കംപ്ലീറ്റ്ലി എന്താ പറയാ ഒരു എത്തും പിടിയും ഇല്ലാത്തൊരു കുറച്ച് മാസങ്ങളായിരുന്നു 6-7 months. അതിനോട് ഞാൻ സെർച്ചും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇത് ഓവർകം ചെയ്തെടുക്കാം എന്നുള്ളതല്ല. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ജിമ്മിലൊക്കെ പോയി ഫുഡൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങി. ബട്ട് അങ്ങനെ ഒരു 2 months കഴിച്ചപ്പോഴും എനിക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല, ബോഡിയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു നവംബർ ആ ഒരു ടൈമില് 75 ഹാർട്ട് ചാലഞ്ചിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി നോക്കാം. ആ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്റെ പ്രോപ്പർ ആയിട്ടുള്ള അതായത് ഫുഡും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മെയിൻലി ഫോക്കസ് ചെയ്തു. ബിക്കോസ് നമ്മൾ ഞാൻ ഈ ഒരു ഇയറിന് പഠിച്ചൊരു കാര്യം, നമ്മൾ മൾട്ടിപ്പിൾ തിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഒന്നും എത്തത്തില്ല. അതേസമയം ഒരു കാര്യത്തിൽ പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം നടക്കുന്നുള്ള കാര്യം. അപ്പൊ ഞാൻ എന്റെ മെയിൻ ആയിട്ട് എന്റെ വെയിറ്റ് ഗെയിൻ, എനിക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ എനിക്ക് കുറച്ചൊരു ഗ്രോത്ത് കണ്ടാൽ മതി. അത് എന്റെ ലൈഫിൽ എല്ലാ രീതിയിലും എന്ത് ചെയ്യാൻ തുടങ്ങും, റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഒരു ടൈമിൽ മെന്റലി വീക്കായ ടൈമിൽ ഡിസിപ്ലിൻ ഇല്ലാതെയായി, കോൺഫിഡന്റ് ഇല്ലാതെയായി, സെൽഫ് വർത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ വന്നു. സോ എന്നെ സംബന്ധിച്ചോളം ഏതെങ്കിലും രീതിയിലൊരു ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു ഗ്രോത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഡിസിപ്ലിനും കോൺഫിഡൻസും എല്ലാം തിരികെ വരും എന്നൊരു രീതിയിലാണ് മെയിൻ ആയിട്ട് എന്റെ വെയിറ്റ് ഗെയിനിങ് എന്ന് പറയുന്ന അത് കാര്യം ഫോക്കസ് ചെയ്തു. ബിക്കോസ് ജന്മത്തിൽ വെയിറ്റ് വെക്കില്ല എന്ന് പലരുടെ വായന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ വിശ്വസിച്ചൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്കൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്റെ ലൈഫിൽ എല്ലാവരും എനിക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ചാലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ റീബിൽഡ് എനിത്തിങ്. ആൻഡ് ഓൾസോ അങ്ങനെ ഇപ്പൊ ചാലഞ്ച് ഗോയിങ് ഓൺ ആണ്. ഓക്കെ, ആൻഡ് അത് പിന്നെ അതല്ലാതെ എനിക്ക് പലരുടെയും ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യമാണ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. അതായത് എനിക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഭയങ്കര പേടി അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ദിസ് ടൈം എന്താ പറയാ, ഞാൻ ഈ ബ്രേക്ക് എടുത്ത ടൈമിൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യാനല്ലാതെ എനിക്ക് ചെയ്യാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞൊരു 3-4 മാസമായിട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് എടുത്തു, മീൻസ് 2-wheeler ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടി. കാറിന്റെ കിട്ടിയില്ല, അപ്പോൾ അത് നെക്സ്റ്റ് റീടെസ്റ്റ് വരും. ബട്ട് സ്റ്റിൽ ഐ ട്രൈ, ഐ ഗെറ്റ് വൺ ഓഫ് ദം. അതുപോലെ തന്നെ കഴിഞ്ഞൊരു 3-4 months ആയിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്തത് കുറച്ചും ഗ്രോത്തിലോട്ട് കൊണ്ടുപോയി. വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് വന്നു എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അതിന്റെ ചെറിയൊരു ഗ്രോത്തിലോട്ട് വന്നു. ഒന്ന് ക്ലിയർ ആയപ്പോഴേക്കും എന്താ പറയുക, ബാക്കി എല്ലാത്തിനും റിഫ്ലക്ട് ആവാൻ തുടങ്ങി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ 2025 ആക്ച്വലി. സോ വൈ ഐ ഷെയർഡ്, ഞാനിവിടെ ഒരു മാസ്ക് ഒന്നും വെച്ചിട്ടില്ല. ഐ ജസ്റ്റ് ഷെയർഡ് ആസ് ഐ ആം, ആസ് മൈ ലൈഫ് വെന്റ് ഓൺ ദിസ് ഇയർ. But today I'm feeling super proud of myself because in lot of ways I rebuilt my confidence. I rebuilt myself. I rebuilt my body. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ എന്താ പറയുക, എനിക്ക് മാജിക് പോലെ തോന്നുന്നത്. ബട്ട് നത്തിങ് ഇസ് മാജിക്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ ബിലീഫ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഫെയ്ത്ത്. സോ ഫ്രം മൈ this 2025 experience, I just want to share you one thing that ഇപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എനിക്ക് അറിയില്ല, ഇപ്പോ എന്ത് ക്രൈസിസിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എനിക്ക് അറിയില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ സ്റ്റോറി റീറൈറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഒരു ഉറപ്പിച്ചൊരു തീരുമാനം എടുക്കുന്നവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നോയ്സസിനെയും അവോയ്ഡ് ചെയ്ത് നമ്മുടെ ലൈഫ് റീബിൽഡ് ചെയ്യാനും പിന്നെയും ട്രാക്കിലോട്ട് വരാനും പണ്ടത്തെക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് ഉയരങ്ങളിലോട്ട് എത്താനും പറ്റും എന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ 2025. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ഇയറിനകത്ത് വലിയ അച്ചീവ്മെന്റ് എന്ന ലെവലിൽ മറ്റുള്ളവർക്ക് തോന്നത്താൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് എന്നെ സംബന്ധിച്ചോളം ദിസ് ലാസ്റ്റ് 3-4 months ഓഫ് ദിസ് ഇയർ ഐ ഡൺ മൈ ബെസ്റ്റ്. സോ ഇനി അങ്ങോട്ട് ഈ ഒരു ഡിസിപ്ലിൻ യൂസ് ചെയ്ത്, ഈ ഒരു കോൺഫിഡൻസ് യൂസ് ചെയ്ത് എനിക്ക് എന്റെ ഒരു ബെറ്റർ വേർഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറിയൊരു വിന്ന് മതി, അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്താണ് ഈ ലാസ്റ്റ് 30 days അത് നിങ്ങളെ സംബന്ധിച്ചോളം ഇത്രയും കാലം നടന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6-7 മാസം ഇങ്ങനെയാണല്ലോ വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഈ 4 മാസം കൂടെ എനിക്ക് ഇത്രയും ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു, ശരിയല്ലേ? അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇത്രയും കാലം എന്ത് നടന്നു എന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെ പോയി, അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് വെറി ആയിക്കൊണ്ടിരിക്കാതെ, മറ്റുള്ള നെഗറ്റീവ് വേർഡ്സ് കേട്ടിട്ട് ഞാൻ എന്നെ കൂടെ ഇത്രേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കാതെ ഇപ്പൊ തുടങ്ങാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് നൗ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യം എനിക്ക് ബ്ലൂ പ്രിന്റ് പറഞ്ഞുതരാൻ പറ്റത്തില്ല, നമ്മുടെ ഉള്ളിലാണുള്ളത്. അതിപ്പോ നിങ്ങൾക്ക് ആർക്കും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോസ് കാണാം, അതൊക്കെ ഒരു എന്താ പറയാ ഒരു 10% മാത്രമാണ്. ബാലൻസ് ഒരു 90% നമ്മുടെ ഉള്ളിലാണുള്ളത്. ആക്ഷൻ എടുക്കേണ്ടത് നമ്മളാണ്. നമുക്ക് എവിടെ എത്തണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോ നിങ്ങളോട് ചോദിക്കുക എന്താണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്, ഇനി 2026 ജാനുവരി 1 തീയതി മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ അപ്പം മുതലൊരു ചേഞ്ച് എന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ചിന്തിക്കുക എന്താണ്, എങ്ങനെയാണ് പ്രശ്നം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ നിങ്ങൾ മൈനസ് നിന്ന് തുടങ്ങുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, started just start it now. So yeah, this is all about this video, and thank you so much for watching. And if you like my content, please subscribe it and like my video.